അലിയ പോകേണ്ടത് പോയി. ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടോ സങ്കടപ്പെട്ടിട്ടോ വല്ല കാര്യമുണ്ടോ? അളിയനത് പറയാം. 5 പവന്റെ സ്വർണ്ണമാലയാണ് അവളുടെ കഴുത്തിൽ നിന്ന് ആ കള്ളൻ അടിച്ചു കൊണ്ടുപോയത്. എന്ന് വെച്ചാൽ 6 ലക്ഷം രൂപയോളമാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. ഏട്ടന്റെ വിഷമം മനസ്സിലാവുന്നുണ്ട് ഏട്ടാ. സംഭവിച്ചു പോയില്ലേ, ചേച്ചി ഒരുപാട് വിഷമിക്കുന്നുണ്ടാവില്ലേ? അവളോട് ഞാൻ എന്നും പറയാറുണ്ട്, നാട്ടുകാരെ കാണിക്കാൻ ഈ 5 പവന്റെ മാല അണിഞ്ഞുകൊണ്ട് നടക്കരുതെന്ന്. കേക്കണ്ടേ? ഇപ്പൊ എന്തായി? എൻ്റെ അലിയ ഇക്കാര്യത്തിൽ ഒരുവിധ എല്ലാ പെണ്ണുങ്ങളും കണക്കാ. ഇവളടക്കം കണ്ടില്ലേ? ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള സ്വർണ്ണാഭരണം അണിഞ്ഞെങ്കിലേ ഈ പെണ്ണുങ്ങൾക്ക് സമാധാനമുള്ളൂ. കള്ളം പൊട്ടിച്ചുണ്ടോന്ന് അറിഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് നടക്കുന്നത്. അതറിയണം. സ്വർണത്തിനിപ്പോ ലക്ഷങ്ങളാണ് വില. ലക്ഷങ്ങൾ വിലയുള്ള സാധനങ്ങൾ കണ്ണിൻ്റെ മുമ്പ് കാണുമ്പോഴല്ലോ ആർക്കായാലും അത് അടിച്ചു മാറ്റാൻ തോന്നും. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. മാല പോകുന്നത് മാത്രമല്ല പ്രശ്നം. കള്ളൻ ബൈക്കിൽ വന്ന് മാല പൊട്ടിക്കുമ്പോൾ അതിൻ്റെ ശക്തിയിൽ നിങ്ങൾ മുഖമടിച്ച് താഴെ വീണാൽ എന്താവും അവസ്ഥ? ഒന്ന് ചിന്തിച്ചു നോക്ക്. ചിന്തിക്കാനേ വയ്യ. ചേട്ടാ, ചേച്ചിക്കൊന്നും സംഭവിച്ചില്ലല്ലോ? ഭാഗ്യത്തിന് അവർക്കൊന്നും സംഭവിച്ചില്ല. മാല പോയ ഷോക്ക് കാണും. അവളിങ്ങ് വരട്ടെ. അലിയൻ ചേച്ചി വഴക്കൊന്നും പറയണ്ട. പാവ ആകെ വിഷമിച്ചിരിക്കും. അതെ, ഇന്ന് മുതൽ സ്വർണ്ണാഭരണങ്ങൾ ഇടുന്നത് ഞാൻ നിർത്തി. ഇനി ഇമിറ്റേഷൻ ആഭരണങ്ങൾ മതി. ഇമിറ്റേഷൻ ഓർണമെന്റ്സ്, അത് നല്ല ഐഡിയ. ഒറ്റ നോട്ടത്തിൽ അത് ഒറിജിനലാണെന്നേ തോന്നും. കള്ളന്മാരെ അങ്ങനെ സൂക്ഷിക്കണ്ട. അല്ല പിന്നെ ഇന്ന് പല വീടുകളിലും വയസ്സായ സ്ത്രീകൾ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്. ദേഹമാസകലം സ്വർണ്ണാഭരണം ധരിച്ച്. എന്തൊരു മണ്ടത്തരായി കാണിക്കുന്നത്. അതുപോലെ തന്നെ മുറ്റത്ത് കളിച്ച് നടക്കുന്ന കൊച്ചു കുട്ടികളുടെ ദേഹത്തും സ്വർണ്ണാഭരണങ്ങൾ ഇട്ട് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ചുരുക്കി പറഞ്ഞ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മാത്രം. കള്ളന്മാർക്ക് കക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കരുത് എന്നർത്ഥം. ശരിയല്ലേ?